നമസ്കാരം. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ കണ്ടുമുട്ടി. അവർ പരസ്പരം വാരിപ്പുണർന്നു, സഹകരണത്തിന്റെ ഹസ്തദാനം നൽകി. ആ സുഹൃത്തുക്കൾ മറ്റാരുമല്ല, സാക്ഷാൽ മോദിയും പുടിനുമാണ്. മോദിയുടെ റഷ്യ സന്ദർശനവും പുടിന്റെ സ്നേഹാശ്ലേഷണങ്ങളും ലോകം അത്യന്തം അസൂയയോടെയാണ് ഉറ്റുനോക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിനു ശേഷം മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത്. 2019 ഫാർ ഈസ്റ്റ് നഗരമായ വ്ളാഡിവോസ്റ്റോക്കിൽ നടന്ന സാമ്പത്തിക കോൺക്ലേവിൽ പങ്കെടുത്തപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന റഷ്യ സന്ദർശനം. റഷ്യ ഇന്ത്യ ബന്ധത്തിന് നിർണായകമായ റഷ്യയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ പ്രധാനപ്പെട്ടതും സമ്പൂർണവുമായ സന്ദർശനത്തെ ലോകം കണ്ടെടുക്കാതെ നിരീക്ഷിക്കുകയാണ്. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 8 മുതൽ ജൂലൈ 9 വരെ നടത്തുന്ന സന്ദർശനം ഇരു രാജ്യങ്ങൾക്കും നൽകുന്ന നേട്ടം ചെറുതല്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും ചെയ്തു. പരസ്പര താൽപര്യമുള്ള സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ മാറുകയും ചെയ്യുമെന്നാണ് ഉന്നതതല സന്ദർശനം പ്രഖ്യാപിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഈ സന്ദർശനത്തിൽ അസൂയപ്പെടുന്നുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഉക്രൈൻ സംഘർഷത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത്. അവർ അസൂയപ്പെടുന്നു, അതിനർത്ഥം അവർ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ്. അവരുടെ സൂക്ഷ്മ നിരീക്ഷണം അർത്ഥമാക്കുന്നത് അവർ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുവെന്നാണ്. മോദി സന്ദർശനത്തോടുള്ള പാശ്ചാത്യ രാഷ്ട്രീയക്കാരുടെ സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റഷ്യൻ പ്രതിനിധി ഇങ്ങനെ പറഞ്ഞത്. റഷ്യൻ ഇന്ത്യ ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തരത്തിലാണ് എന്നും പെസ്കോവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രെംലിനും പ്രതിനിധി സംഘങ്ങൾ ഉൾപ്പെടുന്നവയിലും ഒറ്റത്തവണ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനം റഷ്യൻ ഇന്ത്യൻ ബന്ധങ്ങൾക്ക് വളരെ നിർണായകമാണ് എന്ന കാര്യം അടിവരയിട്ട് പറയണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യയുടെ പ്രസിഡന്റും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാപനപരമായ സംഭാഷണ സംവിധാനമാണ്. ഇതുവരെ ഇന്ത്യയിലും റഷ്യയിലുമായി 21 വാർഷിക ഉച്ചകോടികൾ മാറി മാറി നടന്നിട്ടുണ്ട്. അവസാന വാർഷിക ഉച്ചകോടി 2021 ഡിസംബർ 6 ന്യൂഡൽഹിയിൽ നടന്നു. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ശീതയുദ്ധം മുതൽ റഷ്യക്ക് ഇന്ത്യയുമായി ശക്തമായ ബന്ധമുണ്ട്. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചതിനു ശേഷം റഷ്യയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളി എന്ന നിലയിൽ ന്യൂഡൽഹിയുടെ പ്രാധാന്യം വളരെയേറെ വർദ്ധിച്ചിരുന്നു. ദേശീയ താൽപര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ത്യ ഒരു പ്രധാന രാജ്യമായി മാറി. റഷ്യയുടെ കയറ്റുമതിക്കായി മിക്ക പാശ്ചാത്യ വിപണികളും അടച്ചുപൂട്ടിയ US-ഉം സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് വലിയ പ്രതിസന്ധി റഷ്യക്ക് മുന്നിലുണ്ടായിരുന്നു. അപ്പോഴും ഇന്ത്യ റഷ്യക്ക് ഉറ്റ ചങ്ങാതി തന്നെയായിരുന്നു. അത് എടുത്തു പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച അവസരമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും പറഞ്ഞത്. പുടിനും മോദിയും തമ്മിലുള്ള സംഭാഷണം, നേരിട്ടുള്ള നേതൃതല ചർച്ചകൾ വലിയ മാറ്റങ്ങളായിരിക്കും ഇരു രാജ്യങ്ങളിലും കൊണ്ടുവരിക. ഇരുവർക്കും വിപുലമായ ചർച്ചകൾ നടത്താനുള്ള ഒരു അവസരം തന്നെയാണ് ഈ ഉച്ചകോടി. ഇന്ത്യ റഷ്യ വാർഷിക ഉഭയകക്ഷി ഉച്ചകോടി ഒരു നല്ല ശീലമായി കാണുന്നുവെന്നും S. ജയശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, അതായത് അസ്ഥിരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും നേരിട്ട് ചർച്ചകൾ നടത്തും എന്ന വിവരമാണ് ലഭിക്കുന്നത്. തുടർന്ന് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യമായ പുരോഗതി ഇരു രാജ്യങ്ങളിലും ഉണ്ടാകുമെന്നും ജയശങ്കർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാർഷിക ഉച്ചകോടിയുടെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇരു രാജ്യങ്ങളുടെയും പുരോഗതി ശക്തമായി വിലയിരുത്തുവാനുള്ള ഒരു പ്രധാന അവസരമാണ് ഇത്. റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും S. ജയശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു കൈകോർക്കൽ, ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള മേഖലകളിൽ കൈകോർത്തുകൊണ്ടുള്ള ഒരു പാത വെട്ടുക എന്നതാണ് ഇരു നേതാക്കളും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സഹകരണം എല്ലാ മേഖലയിലും ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ നേട്ടമുണ്ടാകട്ടെ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന് കളങ്കമേൽക്കാതെയും ഇരിക്കട്ടെ.